ബോളിവുഡിലെ ഖാന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടം ആളുകൾക്കുള്ള ഒരു ഖാനാണ് സൽമാൻ ഖാൻ. അത് ഷാറൂഖ് ഖാനും ആമീർ ഖാനിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് അത് പല ബോളിവുഡ് ഡയറക്ടേഴ്സും പറയാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ സൽമാൻ ഖാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ കുറച്ച് അദ്ദേഹം സിനിമയിലേക്ക് വന്ന ഒരു ചില കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. സലീം ജാവേദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമേഴ്ഷ്യൽ എന്താ പറയുക സിനിമാ ലോകത്ത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അതുപോലത്തെ ഒരു ഹിറ്റ് മേക്കേഴ്സാണ്. അത് ശരിക്ക് അമിതാഭ് ബച്ചനെയൊക്കെ ഒരു സ്റ്റാർഡത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമായ അതിൽ പ്രധാന പങ്ക് വെച്ചിട്ടുള്ള ഒരു രണ്ടു പേരാണ്. ഇതിൽ സലീം ഖാൻ്റെ മൂത്ത മകനാണ് സൽമാൻ ഖാൻ. അപ്പോൾ സൽമാൻ ഖാൻ ഈ പറഞ്ഞ ഒരു സിനിമ കുടുംബത്തിലേക്ക് തന്നെയാണ് ജനിച്ചത്. സിനിമയോട് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അങ്ങനെ അച്ഛൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സൽമാൻ ഖാൻ പറഞ്ഞിട്ടുള്ളത് രേഖയുടെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ നമുക്കറിയാം രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഹെമാലിനി ഉണ്ട്, ഹെലൻ ഉണ്ട്, ഒരുപാട് പേരുണ്ടെങ്കിലും രേഖയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു രേഖയുടെ ഒരു സൗന്ദര്യവും രേഖയുടെ ഒരു ടൈപ്പ് ഓഫ് ചെയ്ത റോൾസൊക്കെ വെച്ചിട്ട് രേഖയ്ക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു. അപ്പോൾ സൽമാൻ ഖാൻ പറഞ്ഞ പണ്ട് ഞാൻ രേഖയുടെ വളരെ ഫാനാണ്. ചെറിയ കുട്ടിയായിരിക്കും, അതായത് 7 വയസ്സ് 8 വയസ്സുകൾക്കപ്പോൾ രേഖയുടെ കാറിനെയൊക്കെ ചേസ് ചെയ്തിട്ട് പോവും. പിന്നെ രേഖ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഇവരുടെയൊക്കെ ആ ഒരു സെലിബ്രിറ്റീസൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ സൈക്കിളിൻ്റെ പിന്നാലൊക്കെ പോകുക. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് ഞാൻ വലുതായി കഴിഞ്ഞാൽ രേഖേൻ്റെ കല്യാണം കഴിക്കും. അങ്ങനെ ഒരു രേഖയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് സൽമാൻ ഖാൻ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സൽമാൻ ഖാൻ ഈ പറഞ്ഞ പോലെ ജിമ്മിലൊക്കെ ചേർന്ന് ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ശ്രമമൊക്കെ നടത്തി സിനിമയോട് വരാൻ വേണ്ടി. നമുക്കറിയാം അവരെല്ലാവരും ആ ഒരു എഫേർട്ട് ഇടുന്നതാണ്. അങ്ങനെ ആദ്യം അഭിനയിച്ച ഒരു സിനിമയാണ് ബി ഹോ ടു ഐസി എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ ശരിക്കും അതിൻ്റെ ഡയറക്ടർ ഒരു പുതിയൊരു നടനെ അതിലേക്ക് ഒരു പുതിയൊരു പയ്യൻ വേണം, ഒരു ടീനേജ് ഒരു ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പയ്യൻ വേണം. അതിൽ ഫറൂഖ് ഷെയ്ഖ് എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ബ്രദറിൻ്റെ റോള്, അതായത് രേഖയുടെ ബ്രദറില്ലോ ഫറൂഖ് ഷെയ്ഖിൻ്റെ ഭാര്യയായിട്ടാണ് രേഖ അഭിനയിക്കുന്നത്. രേഖയുടെ അനിയൻ്റെ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇതിൽ ഈ പറഞ്ഞ പോലെ സൽമാൻ ഖാൻ അതിൽ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ സൽമാൻ ഖാൻ പറയേണ്ട, സൽമാൻ ഖാൻ അന്ന് സിനിമ മോഹമൊക്കെ ആയപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജ് അവർ കാലഘട്ടമൊക്കെ ആയപ്പോൾ ഫോട്ടോസൊക്കെ ആയിട്ട് പലയിടത്തും ചെല്ലും, പല സ്ഥലത്ത് പ്രൊജക്റ്റ് ചെയ്യും. പക്ഷേ സലീം ഖാൻ്റെ മകനാണെന്നൊന്നും അങ്ങനെ എവിടെയും പറയാതെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ബീവിത്തോ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമ എന്ന് ശരിക്കും ഓക്കെ, അതൊരു ഈ പറഞ്ഞ ഒരു അനിയൻ റോളൊക്കെയാണ്. ആ ഒരു രീതിയിൽ അത് അതിൻ്റേതായ ഒരു രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഇത് കഴിഞ്ഞാണ് പിന്നീട് മേനെ പ്യാർ കിയ എന്ന് പറയുന്ന ആ ഒരു സിനിമ വരണത്. ശരിക്കും മേനെ പ്യാർ കിയയ്ക്ക് മുമ്പ് ശരിക്കും ഈ പറഞ്ഞ ആദ്യത്തെ ഒരു സിനിമയൊക്കെ ചെയ്ത സമയത്ത് ഇദ്ദേഹം ആദ്യത്തെ ഒരു സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ആയിട്ട് ഒരു അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 3 സിനിമയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സമയത്താണ് ഈ മേനെ പ്യാർ കിയ വരുന്നത്. പക്ഷേ ഇങ്ങനെ നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞപ്പോൾ അഗ്രിമെൻ്റ് എഴുതിപ്പിച്ചവർ തന്നെ സൽമാൻ ഖാൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല ഈ ചെല്ല് എന്ന് പറഞ്ഞിട്ടാണ് മേനെ പ്യാർ കിയ അതിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ മേനെ പ്യാർ കിയ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം ഏത് ലെവലാണ് ആ ഒരു സിനിമ എത്തിച്ചത്. അതായത് ശരിക്കും നമ്മൾ പറയുമല്ലോ ഒറ്റ രാത്രി കൊണ്ട് സ്റ്റാറായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാറായ വ്യക്തിയാണ് സൽമാൻ ഖാൻ ഈ ഒരു സിനിമയുടെ. അതിൻ്റെ പാട്ടുകളും നമുക്കറിയാം ഒരു 89 എന്ന് പറയുന്ന ആ ഒരു വർഷമാണ് മേനെ പ്യാർ കിയ ഇറങ്ങിയത്. ആ ഒരു പാട്ട് എനിക്കൊണ്ട് മറ്റേ കബൂത്തർ ജ എന്ന് പറയുന്ന ആ ഒരു പാട്ടൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ദൂരദർശനിലേക്കാണ് ആ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അന്ന് ദൂരദർശനിൽ ആ ഒരു സിനിമയൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ അന്ന് എല്ലാ വീടുകളിലും അവർ ആ ഒരു സിനിമ കാണും. പിന്നെ അതിലെ പാട്ടുകളൊക്കെ നമുക്കറിയാം, ചിത്രഹാറൊക്കെ ഉണ്ട്, അതിലൊക്കെ പാട്ടുകളൊക്കെ വന്നിരുന്നത്. അത് കേട്ടാണ് ഈ പറഞ്ഞ പോലെ സൽമാൻ ഖാൻ ഒരു ഭയങ്കര ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലോട്ട് വളർന്നത്. ഈ പറഞ്ഞ 90s ഒരു തുടക്കമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മേനെ പ്യാർ കിയയിൽ നടൻ എന്ന രീതിയിലാണ് ആളുകളുടെ ഇടയിലും. അന്ന് പലർക്കും സൽമാൻ ഖാൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ ആ മേനെ പ്യാർ കിയയിൽ അഭിനയിച്ച നടൻ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ സൽമാൻ ഖാൻ്റെ ആദ്യത്തെ ഒരു ഫീസ് ശരിക്കും ഫസ്റ്റ് സൽമാൻ ഖാന് 25,000 രൂപയാണ്. ഈ പറഞ്ഞ പോലെ മേനെ പ്യാർ കിയയ്ക്ക് കിട്ടിയത് 25,000 രൂപയാണ്. എന്നിട്ട് എന്താ പറയുക, അതിന് ഫിലിം ഫെയർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. 25,000 രൂപ കിട്ടി. അതിന് മുമ്പ് ശരിക്കും അതാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് താജിൽ, നമ്മുടെ മുംബൈ താജിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമുക്കറിയാം അന്നൊക്കെ ഈ ക്യാമറ ഡാൻസും അല്ലാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് അവിടെ നിന്നതിന് ഒരു 750 രൂപ കിട്ടി. അതാണ് ആദ്യത്തെ ഒരു പേയ്മെൻ്റ് എന്ന് പറയുന്നത്. 750 അല്ല, 75 രൂപ. 75 രൂപയാണ് അതിന് കിട്ടിയത്. പിന്നെ ഒരു കോളയുടെ ഒരു ബ്രാൻഡിൽ ഒരു ആഡിൽ അഭിനയിച്ചു, അതിന് 750 രൂപ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നീട് 1500-ന് ഒരു വർക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് സിനിമയിൽ വരുന്നത്. എന്നിട്ട് സിനിമയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ 25,000 രൂപയ്ക്കാണ് തുടക്കകാലത്ത് കിട്ടിയത്. എന്നിട്ട് സൽമാൻ ഖാൻ പറഞ്ഞത് അന്ന് എൻ്റെ ഒരു ഗോൾ എന്നൊക്കെ പറയുന്നത് 10 ലക്ഷം രൂപ ഉണ്ടാക്കുക, എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപ വരണം എന്നുള്ളത്. അതായിരുന്നു ഒരു ഡ്രീം. അതായത് സിനിമയിലും ഇതിലൊക്കെ ചെയ്തൊരു 10 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒറ്റ സിനിമ, ആ 2 സിനിമ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സിനിമയ്ക്ക് ശേഷം പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പല ഗസ്റ്റായിട്ട് പോകുന്നു, പലതിന് പോകുന്നു. ആ ഒരു 2 സിനിമയോട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ 10 ലക്ഷം എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അദ്ദേഹത്തിന്
കടക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാം കുറേ സിനിമകൾ ചെയ്തു. അതിൽ സാജൻ എന്ന് പറയുന്ന ഒരു സിനിമ 91 ഇറങ്ങിയ സാജൻ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഹിറ്റായി. സാജൻ കഴിഞ്ഞിട്ട് പിന്നീട് കുറേ സിനിമകൾ സൽമാൻ ഖാന് കുറച്ച് പരാജയങ്ങളൊക്കെ സംഭവിച്ചിട്ട് പിന്നെയാണ് ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയത്. ഒരുപാട് കാലം ഓടി റെക്കോർഡ് നേടിയ ഒരുപാട് പാട്ടുകളുണ്ടെന്ന് പറഞ്ഞാൽ പല റെക്കോർഡുകളുള്ള സിനിമയാണ് ഹം ആപ്കെ ഹൈക്കോൻ എന്നുള്ള സിനിമ. നമ്മൾ അതിനെക്കുറിച്ചൊരു എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയോട് കൂടി സൽമാൻ ഖാൻ പിന്നെ അങ്ങോട്ട് എന്താ പറയുക അടുത്ത ഒരു ലെവലിലോട്ട് കയറി. പിന്നെ നമുക്കറിയാം ഇന്നും പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്. പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ഓഡിയൻസും ഫാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞ പോലെ പല കേസും കാര്യങ്ങളും ഒക്കെ ആ വഴിക്കൊക്കെ ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഷാറൂഖ് ഖാനെ കേട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് ഒരിക്കൽ ആദിത്യ ചോപ്ര ഷാറൂഖ് ഖാൻ്റെ ഒക്കെ എന്താ പറയുക ഒരു മെൻറ്റർ പോലെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഷാറൂഖ് ഖാനിന് ആക്ഷൻ ഹീറോ ആയിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഡർ എന്നുള്ള സിനിമ മുതൽ തന്നെ ആക്ഷൻ ഹീറോ ആയിട്ട് അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആദിത്യ ചോപ്ര തന്നെ പറയാറുണ്ട്, അതായത് ഷാറൂഖ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സൽമാൻ ഖാൻ്റെ ഒരു സ്വാഗ് അല്ല, അത് വേറെയാണ്. ഷാറൂഖ് ഖാന് വേറെ കുറച്ചൊരു റൊമാൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റോൾസ് ഒക്കെയാണ് കൂടുതൽ. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ അതിനുശേഷം പിന്നീട് അദ്ദേഹം ആക്ഷൻ റോളൊക്കെ ചെയ്തു, പത്താനൊക്കെ ചെയ്തു. പത്താനിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചൊക്കെ അവസാനം വരുന്നുണ്ടല്ലോ. അത് ശരിക്കും ആ ഒരു സ്പൈ യൂണിവേഴ്സാണ്. അപ്പോൾ എന്തായാലും പിന്നെ സൽമാൻ ഖാനെ കുറിച്ച് പറഞ്ഞാൽ സൽമാനും ഷാറൂഖും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. സൽമാൻ ഖാൻ ഒരുപാട് പേരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം വിവേക് ഒബ്രോയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം, ഐശ്വര്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലൊക്കെ. അപ്പോൾ ഷാറൂഖ് ഖാനായിട്ട് പ്രശ്നമുണ്ടായി. ഇവർ തമ്മിൽ കുറച്ച് കാലം തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരുന്നു. അതായത് ഷാറൂഖ് ഖാനെ കുറിച്ച് ആരെങ്കിലും ഒരു കുറ്റം പറയുന്നത് കേട്ടാൽ സൽമാൻ ഖാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയും, അത് പറയരുത് എന്ന് പറയും. കാരണം ഉടക്കായിരുന്ന സമയത്താണെങ്കിൽ പോലും ഷാറൂഖ് ഖാനെ റെസ്പെക്റ്റ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൽമാൻ ഖാൻ. എന്തായാലും സൽമാൻ ഖാൻ്റെ വേറെ കുറേ സിനിമകളെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഹം ആപ്കെ ഹൈക്കോനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു എപ്പിസോഡുണ്ട്. വേറെയും സൽമാൻ ഖാൻ്റെ കുറച്ച് നല്ല മികച്ച സിനിമകളെ കുറിച്ച് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.